ഇപ്പോൾ ബിനീഷ് കോടിയേരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനീഷ്, ഇപ്പോൾ ഈ കെ സിയുടെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗികമായ വിശദീകരണം ജയേഷ് ജോർജ് തന്നിരിക്കുകയാണ്. അതായത് ഈ ചാമ്പ്യൻസ് ട്രോഫിക്കായി സീനിയർ പ്ലെയേഴ്സിനെ പരിഗണിച്ചപ്പോൾ വേക്കൻസി ഇല്ലാത്തതിനാലാണ് സഞ്ജുവിനെ ഒഴിവാക്കിയതെന്ന് കെ സിയെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സഞ്ജുവിൻ്റെ ഒരു കഴിഞ്ഞ കാലത്തെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ വളരെ മികച്ച രീതിയിലുള്ളൊരു പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. ആ നിലയിൽ ഒഴിവാക്കപ്പെട്ടു എന്ന് ടീമിൻ്റെ സെലക്ഷനിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്ന നിലയിൽ നമുക്കിതിനെ കാണാനാകുമോ? ആദ്യമായി സഞ്ജുവിന് ഈ ടീമിൽ ഇല്ലാത്തതിന് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ഒരു അസോസിയേഷനാണ് കെ സി എ. അപ്പൊ സ്വാഭാവികമായിട്ടും സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ക്രിക്കറ്റിന് മാത്രം ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ സഞ്ജുവിനെ കാണുന്നത് കേരളത്തിന്റെ തന്നെ ഒരു സ്പോർട്സ് ഐക്കണായിട്ടാണ്, കേരളത്തിന്റെ ഒരു സ്പോർട്സ് പ്രചാരകനായിട്ടാണ് ഞങ്ങൾ സഞ്ജുവിനെ കാണുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ പറ്റാത്തതിലുള്ള ഏറ്റവും വലിയ നിരാശയുടെ ഒരു സമയത്താണ് കെ സി ഉൾപ്പെടെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ പോലും കെ സിയെ എത്രമാത്രമാണ് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കെ സിയുടെ ഭാഗമായിട്ട് സഞ്ജു എത്രത്തോളം നിന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും പലതരത്തിലുള്ള ട്വീറ്റുകളും പലതരത്തിലുള്ള പ്രസ്താവനകളും നടത്തുന്നത് വിജയ് ഹസാരിയുടെ ഭാഗമാകാൻ സഞ്ജുവിന് പറ്റാത്തത് കൊണ്ടാണ് ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് സഞ്ജുവിന് കടക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അത് പൂർണ്ണമായും തെറ്റാണ്. കാരണം വിജയ് ഹസാരിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വിജയ് ഹസാരിയിൽ പങ്കെടുത്ത് പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു ഇന്ത്യൻ ടീമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അങ്ങനെ വിജയ് ഹസാരെ ആയിരുന്നു വൺ ഡേ ഫോർമാറ്റിലുള്ള ഒരു ഇന്ത്യൻ ടീമിലേക്ക് ഒരു കളിക്കാരനെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരേണ്ട ഒരു പേര് കരുൺ നായരാണ്. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കരുൺ നായർ ഇപ്പോൾ വിജയ് ഹസാരയിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റൺ ഗെറ്ററായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആസ്പെക്ട് മാത്രമല്ല ഒരു ടീം സെലക്ഷനെ സംബന്ധിച്ചിട്ട് ടീം സെലക്ടേഴ്സ് നോക്കുന്നത്. ആ സെലക്ഷൻ പ്രോസസ്സിൽ പലതരത്തിലുള്ള മാനദണ്ഡങ്ങളും വന്നു ചേരും. അത് വിജയ് ഹസാരെ ഒരു മാനദണ്ഡമല്ല. ശരി, നന്ദി ബിനീഷ് കോടിയേരി നമ്മളോടൊപ്പം പ്രതികരിച്ചതിന്.